ഈ ചോദിച്ച സ്ഥലപരിമിതി വീർപ്പുമുട്ടുന്നു എന്ന് പറഞ്ഞില്ല. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുകയാണ്. പക്ഷെ കൊച്ചി ഈ പറയുന്ന സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കോർപ്പറേഷൻ അതിർത്തിക്ക് പുറത്താണ്. അപ്പോൾ അവിടെ കിഴക്കോട്ട് കൊച്ചിക്ക് ഒരുപാട് സ്ഥലം ബാക്കി കിടക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളം ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമല്ല. അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ചിലപ്പോ ഒരു വെല്ലുണ്ടാവുന്ന ചില നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ബാക്കി എല്ലാം ഡീസെൻട്രലൈസേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റുള്ള നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഏറ്റവും മികച്ച ഒരു സിറ്റിയെ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൽ അവർ പലപ്പോഴും സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ ചുറ്റുമുള്ള ചില സ്ഥലങ്ങൾ ഡ്രോ ചെയ്യുന്നത് ഇല്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ കൊച്ചിയെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണെങ്കിലും ഗവൺമെന്റ് ടെക് പാർക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ കൊച്ചിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇൻഫോ പാർക്കിന് ചുറ്റും വേറെ ഒരുപാട് പ്രൈവറ്റ് പാർക്സ് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മേജർ സിറ്റീസ് എടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ മെയിൻലി ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ ഗവൺമെന്റ് പാർക്സിനല്ല. ഒരുപാട് പ്രൈവറ്റ് പാർക്സ് ആണ് ബാംഗ്ലൂർ ഉള്ളത്. അതുപോലെ തന്നെ ഹൈദരാബാദ് ഒരുപാട് പ്രൈവറ്റ് പാർക്സ് വന്നിട്ടുണ്ട്. ചെന്നൈയുടെ അതുപോലെ തന്നെ. കൊച്ചിയിൽ ഇപ്പൊ ഈ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുത്തൂറ്റിന്റെ ടെക് പാർക്ക് ഉണ്ട്, മാറാട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്വിൻ ടവേഴ്സ് ലുലുവിന്റെ വരുന്നു, ഇപ്പോ പ്രസ്റ്റീജിന്റെ പാർക്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രൈവറ്റ് പാർക്സ് സെപ്പറേറ്റഡ് വരുന്നു. അപ്പോൾ ഒരു പ്രൈവറ്റ് ഡെവലപ്മെന്റ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആണ് കൊച്ചിക്ക് അല്ലെങ്കിൽ ഏതൊരു സിറ്റിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് സെറ്റപ്പ്, കാരണം ഗവൺമെന്റ് നേരത്തെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഗവൺമെന്റ് പാർക്സ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് പ്രീവിയസ് ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ടു നടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നിർബന്ധം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫെയിലിയർ ആവുന്നത്. ഈ സ്മാർട്ട് സിറ്റി ഏത് ഗവൺമെന്റാണോ സ്ഥാപിച്ചത് പിന്നീട് വരുന്ന ഓൾട്ടർനേറ്റീവ് വരുന്ന സർക്കാരുകൾ തീർച്ചയായിട്ടും അതിനെ തുടർനടപടികളിലേക്ക് തുടർന്ന് കൊണ്ടുപോകണമെന്ന ആഗ്രഹം അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റേഴ്സിന് ഒരു മനമെടുക്കുന്നതോടുകൂടി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അതൊരു കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രൈവറ്റ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക. അപ്പൊ കൊച്ചി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ലാൻഡിംഗ് കേബിൾസ് 3 ഇന്റർനാഷണൽ ലാൻഡിംഗ് കേബിൾസ് വന്നിട്ടുള്ള ഇന്ത്യയിലെ 2ാമത്തെ നഗരമാണ് കൊച്ചി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീനിവേ സീ ചെന്നൈ കഴിഞ്ഞാൽ കൊച്ചിയിലാണ് ആ ലാൻഡിംഗ് ഇതുള്ളത്. ഏറ്റവും കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ഉള്ളത് കൊച്ചിയിലാണ്. ഈവൻ ബാംഗ്ലൂർ പോലും എനിക്കൊന്ന് സ്റ്റേറ്റ് നെറ്റ്വർക്കിന്റെ ബാംഗ്ലൂർ എടുക്കുന്നത് കൊച്ചിയിലാണ്. ബാംഗ്ലൂർ ചെന്നൈയും കൊച്ചിയാണ് ആശ്രയിക്കുന്നത്. അപ്പം ഇത്രയധികം ഫെസിലിറ്റീസ് ഉള്ള കൊച്ചി എന്തുകൊണ്ട് ഗവൺമെന്റ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫോ പാർക്കിനും ടെക്നോ പാർക്കിനും കൂടി ഒരു സിഇഒ വെച്ചിട്ട് ടെക്നോ പാർക്കിൽ ഇരുന്നുകൊണ്ടാണ് ആ സിഇഒ നോക്കുന്നത്. അപ്പൊ ഇൻഫോ പാർക്കിൽ ഒരുപാട് കമ്പനീസ് വരികയും അവിടെ സ്ഥലമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ IT എക്സ്പോർട്ട് ഇപ്പൊ ഈ സ്മാർട്ട് സിറ്റിയുടെ പരാജയം കൂടി വെച്ച് നോക്കുകയാണ്, പരാജയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ച് നോക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ IT എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ IT ബൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫോ പാർക്കിന് ശേഷമാണ്. ഏകദേശം 2002-ലാണ്. അതിന് ശേഷമുള്ള ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ. കൊച്ചി സ്വന്തം നിലയിൽ ഇത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്രയധികം ബാൻഡ്വിഡ്ത്ത് ഉണ്ട്. ഇത് കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. ഒരുപാട് കോസ്മോപൊളിറ്റൻ ക്രൗഡ് കൊച്ചിയിലുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു കൊച്ചി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു IT ഡെവലപ്മെന്റ് സാക്ഷാത്കരിക്കാൻ സാധിക്കും. മറ്റുള്ള സിറ്റീസിനെ അവഗണിക്കണമെന്നല്ല. പക്ഷെ കൊച്ചി എന്ന് പറയുന്ന ഒരു IT ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റുള്ള സിറ്റീസ് കോറിലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത കേരളത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിങ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ സർക്കാരിൽ നോക്കുന്നില്ല. എപ്പോഴും സെൻട്രലൈസ്ഡ് ഡെവലപ്മെന്റിന്റെ ശ്രീ കണ്ണൻ മോഹൻദാസ് താങ്കളിലേക്ക് എല്ലാ കാര്യത്തിലും കൊണ്ടുവരും. പലപ്പോഴും